കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ വെള്ളം എത്തിക്കേണ്ടത് മരിച്ചവരുടെ ബന്ധുക്കളുടെ ജോലി. 2 ആഴ്ച മുമ്പ് മോർച്ചറിയിലെ മോട്ടോർ പമ്പ് തകരാറിലായി. എന്നിട്ടും പുതിയത് വാങ്ങിച്ചില്ല. 20 ലിറ്ററോളം വെള്ളമാണ് ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അത്യാവശ്യം വേണ്ടത്. നിലവിൽ ബന്ധുക്കൾ ബക്കറ്റിൽ ചുമന്ന് വെള്ളം അകത്തെത്തിച്ചു കൊടുക്കണം. കായംകുളം നഗരസഭാ ചെയർപേഴ്സണും ആശുപത്രി സൂപ്രണ്ടും തമ്മിലുള്ള പടലപിണക്കമാണ് പുതിയ മോട്ടോർ പമ്പ് വാങ്ങുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ പടലപിണക്കത്തിന് അനുഭവിക്കുന്ന നാട്ടുകാരാണല്ലോ. അതെ എസ്കേൻ, ശരിക്കും ഉടയോരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ട് കിട്ടണമെങ്കിൽ ബക്കറ്റിൽ വെള്ളം കോരേണ്ട അവസ്ഥയാണ്. അതും 20 ലിറ്ററോളം വെള്ളമാണ് ഏകദേശം ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി. അതായത് മൃതദേഹത്തിൻ്റെ അവയവങ്ങൾ കഴുകുക, പിന്നീട് മൃതദേഹം ആദ്യം മൊത്തത്തിൽ കഴുകുക, പിന്നീട് ഡോക്ടർമാർക്കടക്കമുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ കൈയും തന്നെ കഴുകാൻ വേണ്ടി ഇത്രയധികം വെള്ളം വേണം. പക്ഷേ ശരിക്കും മോട്ടോർ തകരാറിലായിട്ട് 6 മാസമായി. പക്ഷേ നിലവിൽ 2 ആഴ്ച മുൻപ് വരെ ഉപയോഗിച്ചിരുന്നത് താലൂക്ക് ആശുപത്രിയിൽ തന്നെ നിർമ്മിച്ചു വന്നിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ മോട്ടോർ താൽക്കാലികമായി ഉപയോഗിച്ച് വന്നിരുന്നു. ആ മോട്ടോറും 2 ആഴ്ചയ്ക്ക് മുൻപ് കേടായി. പിന്നെ രണ്ടാമതൊരു മോട്ടോർ വാങ്ങാൻ നിലവിൽ ഈ താലൂക്ക് ആശുപത്രി മോർച്ചറിക്ക് പണം മുടക്കാനായിട്ട് സൂപ്രണ്ടിന് അതിന് സാധിക്കാത്ത അവസ്ഥ. ഇതിന് പർച്ചേസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ശരിക്കും തദ്ദേശ സ്ഥാപനമായിട്ടുള്ള കായംകുളം നഗരസഭയാണ്. കായംകുളം നഗരസഭയ്ക്ക് കീഴിലാണ് ഈ താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ സൂപ്രണ്ടും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും ഒപ്പം തന്നെ കായംകുളം നഗരസഭയിലെ ചെയർപേഴ്സൺ തമ്മിലുള്ള ചില പിണക്കം കാരണം പർച്ചേസിന് വേണ്ടിയുള്ള അനുമതി കൊടുക്കുന്നില്ല. മോട്ടോർ കാലാവധിക്ക് മുൻപേ തന്നെ കേടായി എന്ന വിചിത്രവാദമാണ് നിലവിൽ കായംകുളം നഗരസഭയിലെ അധ്യക്ഷ മുന്നോട്ട് വെക്കുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഒരു ദിവസം ശരാശരി ഒരു 4 മൃതദേഹങ്ങളെങ്കിലും അവിടെ പോസ്റ്റ്മോർട്ടത്തിന് എത്തുന്നുണ്ട്. പക്ഷേ 2 ആഴ്ചയായി ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം താളം തെറ്റി. പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുവരുന്ന ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ അനുഭവിക്കുന്ന വലിയ ദുരിതമാണ്. നിലവിൽ താൽക്കാലികമായി സമീപത്തെ കെട്ടിടത്തിൽ നിന്നും മോട്ടോറിൽ പമ്പ് ചെയ്തൊരു ടാങ്കിലേക്ക് വെള്ളം നിറച്ച ശേഷം ആ ടാങ്കിൽ നിന്നും ഓരോ ബക്കറ്റായി ചുമന്ന് കൊണ്ടുവന്ന് തങ്ങളുടെ ഉടയോരുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അവിടെ വെള്ളം എത്തിക്കേണ്ട ഗതികേടിലാണ് നിലവിൽ അവിടെയുള്ള ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു മനീഷ് മഹിവാൽ.